ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കക്കൊഞ്ച് ചമ്മന്തിയാണ്. ഈ ഉണക്കക്കൊഞ്ച് വീട്ടിൽ തന്നെ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി ഉണക്കിയതാണ്, ഉപ്പിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പം ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉണക്കക്കൊഞ്ച്, തേങ്ങ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, പിന്നെ പുളി. ഇനി നമുക്ക് ഈ കൊഞ്ചൊന്ന് വറുത്തെടുക്കണം. വറുക്കാനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഈ ചമ്മന്തി കുറെ പഴയ കാലത്തൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയായിരുന്നു. എൻ്റെ അച്ചാമ്മയൊക്കെ ഉള്ള സമയത്ത് ഈ കൊഞ്ചുപൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില. നല്ലൊരു കൊഞ്ചുപൊടിയായത്. കൊഞ്ചുകൊണ്ട് തന്നെ പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ വറുത്ത് പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം, അല്ലാതെ മുളകും കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നോർമൽ പൊടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പച്ചയ്ക്ക് തന്നെ ചേർത്തുള്ളൊരു കൊഞ്ചുപൊടിയാണ്. നമ്മൾ തേങ്ങ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. ചോറിൻ്റെ കൂടെ നല്ലതാ കഴിക്കാനാ. തൈരൂടുണ്ടെങ്കിൽ സൂപ്പർ. കൊഞ്ച് നമ്മുടെ അടുപ്പത്ത് തന്നെ കയറിയപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കൊഞ്ചിൻ്റെത്. എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കണ്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ പഴയ കാലത്ത് വീടുകളിൽ ഉണ്ടാക്കുമെന്ന്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ മിക്സി വന്നതുകൊണ്ട് എന്ത് എളുപ്പം, ഇതെല്ലാം വറുത്ത് എല്ലാം ഒന്നിച്ച് ജാറിലോട്ട് ഇടുക, രണ്ട് കറക്കുക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇടി കല്ലില്ല, ഇട്ടിടിച്ച് ആദ്യം കൊഞ്ചിടും, കൊഞ്ചിട്ടൊന്ന് ചതച്ച് കഴിയുമ്പോൾ തേങ്ങയിടും, തേങ്ങയിട്ട് കഴിയുമ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ വീതം ആ കല്ലിലിട്ട് ഇടിച്ചായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും വളരെ എളുപ്പത്തിന് വേണ്ടി ജാറെടുക്കുക, എല്ലാം കൂടെ കുടഞ്ഞൊന്നിച്ചിടുക, രണ്ട് കറക്കുക, ചമ്മന്തി റെഡി. ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ചോദിക്കാൻ ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് കാലം പോന്ന് പോക്കേ. അപ്പോൾ കൊഞ്ച് ഏതാണ്ട് നമ്മുടേത് മൂത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് നോക്കട്ടെ മൂത്തിട്ടുണ്ടോ എന്നുള്ളത്. മൂത്തതാ. കൊഞ്ചെല്ലാം വൃത്തിയാക്കിയായിരുന്നു ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇനി എന്നാലും ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വേണം ചമ്മന്തി ഉണ്ടാക്കാൻ. കാരണം ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൊടിഞ്ഞിങ്ങനെ വീഴും. അപ്പോൾ അതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഈ ചട്ടിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുരുമുളക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കുരുമുളക് ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഞ്ച് വീണ്ടും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇടാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പുളി ഇട്ടു. പുളി കുറച്ച് കറുത്ത പുളിയാണ്. ഉപ്പിട്ട്, ഇഞ്ചിയിട്ട്, പച്ചമുളകിട്ട്, കൊച്ചുള്ളി ഇട്ട്, ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതെല്ലാം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് കൊടുത്ത് കൊഞ്ചൂടെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ചൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി ഇതൂടെ ഒന്ന് ചതച്ചെടുക്കാം.
അങ്ങനെ എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണ്ടാത്തവർക്ക് മുളക് പൊടി ഇടണ്ട, വേണ്ടുന്നവർക്ക് മുളക് പൊടി ഇടാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, കളർ ആവശ്യമില്ലെങ്കിൽ മുളക് പൊടി വേണ്ട. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ കൊഞ്ചുകൂടി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുപൊടി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.